നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ബാല, ആകാശ് സാറിന്റെ അച്ഛൻ ബാലമാഷല്ലേ? അതെ. ആകാശ് സാർ ഇതൊരു ഓഫീസിൽ എത്തിയിട്ടില്ലല്ലോ. അതെനിക്കറിയാം. ഞാൻ ആകാശിനെ കാണാൻ വന്നതല്ല, ചീഫ് എഞ്ചിനീയറെ കാണാൻ വന്നതാ. അവരുണ്ടല്ലോ. ആ ഉണ്ട്. വാ മാഷെ. ആ മുരുക, ഇത് നമ്മുടെ ആകാശ് സാറിന്റെ അച്ഛൻ ബാലമാഷ്. നമസ്കാരം. മേഡത്തെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ മാഡത്തോടൊന്ന് ചോദിച്ചിട്ട് വരാം. ശരി മാഷെ, ഞാൻ അങ്ങോട്ട്. മാഡത്തെ കാണാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകാശ് സാറിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. ആകാശിന്റെ അച്ഛൻ മാത്രമേ ഉള്ളോ അതോ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് മാഡം. ആര്? ആകാശിന്റെ ഭാര്യയാണോ? അല്ല മാഡം, ആകാശ് സാറിന്റെ അച്ഛന്റെ പ്രായമുള്ള മറ്റൊരാളാ. ശരി, ആകാശിന്റെ അച്ഛനോട് മാത്രം അകത്തേക്ക് വരാൻ പറ. ശരി മാഡം. മാഷിനോട് മാത്രം ചെല്ലാൻ പറഞ്ഞു. ഓ ഗോവിന്ദ, ഞാൻ എന്നാ പോയിട്ട് കണ്ടിട്ട് വരാം. പോട്ടോ ഗോവിന്ദരിക്ക്. നമസ്കാരം മാഡം. ഇരിക്ക്. താങ്ക് യു. ഞാനൊരു റിട്ടയർഡ് ഹെഡ് മാസ്റ്ററാ. പഠിപ്പിക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ കുട്ടികളോട് പറയായിരുന്നു, നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കണം, ഏതുവരെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതുവരെ പഠിക്കണം, എന്നിട്ട് വലിയ ഉദ്യോഗസ്ഥരായി മാറണം. ഈ ചെറുപ്രായത്തിൽ മേഡം ഈ പൊസിഷനിൽ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു, അതിലേറെ സന്തോഷവും. പെൺകുട്ടികൾ ഹൈ ലെവലിൽ എത്തുന്നത് സന്തോഷമുള്ള കാര്യമാണ്, നാടിനും അത് നല്ലതാ. പുതിയ ചീഫ് എഞ്ചിനീയർ ഒരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മോനോട് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. സന്തോഷം. സർ വന്ന കാര്യം പറഞ്ഞില്ല. പറയാം മാഡം. അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. എന്താ? ചോദിച്ചോളൂ. മാഡത്തിന്റെ കയ്യിലെ ഈ മോതിരം എന്താ അങ്ങനെ ചോദിച്ചത്? എന്റെ മോതിരത്തിന് എന്താ കുഴപ്പം? അല്ല, ഇത് പഴയ ടൈപ്പ് മോതിരല്ലേ, ഇതുപോലത്തെ ഡിസൈൻ ഒന്നും ഇപ്പൊ ഇറങ്ങുന്നില്ലല്ലോ. ശരിയാ, നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ്. ഇതുപോലൊരു മോതിരം മുത്തച്ഛൻ എൻ്റെ അച്ഛന് കൊടുത്തിരുന്നേ. അച്ഛനത് എനിക്ക് തന്നു, ഞാൻ എൻ്റെ മോന് കൊടുത്തു. ഈ മോതിരം കണ്ടപ്പോൾ അതാ എനിക്ക് ഓർമ്മ വന്നത്. നിങ്ങളുടെ മോന് കൊടുത്ത അതേ മോതിരം തന്നെ ഇത്. ഈ മോതിരം എനിക്ക് എന്റെ മുത്തച്ഛൻ തന്നതാ. ഓഹോ, അത് ശരി. നിങ്ങൾ വന്ന കാര്യം പറയൂ. അത് വേറൊന്നുമല്ല മാഡം, എന്റെ മോള് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് സ്ഥലത്ത് കച്ചവടം നടത്തിയെന്ന് പറഞ്ഞ് വണ്ടി സീസ് ചെയ്തെന്ന് അറിഞ്ഞു. അത് ശരിയാണ്. പെർമിഷൻ ഇല്ലാതെ ഒരു സ്ഥലത്ത് അതിക്രമിച്ച് കയറി അവിടെ കച്ചവടം നടത്താൻ പാടില്ലല്ലോ സർ. നിങ്ങളുടെ മോളുടെ മാത്രമല്ല, മറ്റു പലരുടെയും തട്ടുകടകളും ഉന്തുവണ്ടിയും എല്ലാം സീസ് ചെയ്തിട്ടുണ്ട്. നിയമപരമായി തന്നെയാണ് അതെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത്. മാഡം പറഞ്ഞത് ശരിയാ, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷെ മാഡം,
ഈ കുട്ടനാടുള്ളവരെല്ലാം സാധാരണക്കാരാ. കൃഷിയും മത്സ്യബന്ധനമൊക്കെ ആയിട്ട് കഴിയുന്നവരാ. അതുകൂടാതെ ചിലരിതുപോലെ ചെറുകിട കച്ചവടമായിട്ട് കഴിഞ്ഞു പോകുന്നവരുമുണ്ട്. ജീവിക്കാൻ വേണ്ടിയല്ലേ മാഡം. പെട്ടെന്ന് ഇങ്ങനൊരു നടപടി ഉണ്ടായപ്പോൾ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. മാഡം അവർക്കൊരു വാണിംഗ് കൊടുത്തിരുന്നെങ്കിൽ അവർ സ്വയം മാറി തന്നേനെ. അല്ലാതെ പെട്ടെന്ന് ചെയ്യാന്നൊക്കെ പറഞ്ഞാ. സർ, നിങ്ങളൊരു ഹെഡ് മാസ്റ്റർ ആയിരുന്നതുകൊണ്ട് എനിക്ക് ക്ലാസ് എടുക്കാണോ? അയ്യോ സോറി മാഡം, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഇപ്പോഴും നിങ്ങളെ വിഷയം എന്താന്ന് പറഞ്ഞില്ല. മാഡം ചെയ്ത കൂട്ടത്തില് എൻ്റെ മോളുടെ, അതായത് എൻ്റെ മരുമകളുടെ വണ്ടി ഉണ്ടായിരുന്നു. അവളൊരു പാവ. വെയിലും മഴയൊന്നും വകവയ്ക്കാതെ തുണിക്കച്ചവടം ചെയ്ത് കുറച്ച് കൂട്ടിവെച്ച് വാങ്ങിയ അവളുടെ സ്വപ്ന വണ്ടിയാത്. ആ വണ്ടി അവൾക്ക് ജീവനാ. വണ്ടി പോയപ്പോ അവൾ ആകെ തകർന്നുപോയി. ഇപ്പോഴും അവൾ കരച്ചിൽ നിർത്തിയിട്ടില്ല. ഈയൊരു പ്രാവശ്യം മാഡം ക്ഷമിക്കുകയാണെങ്കിൽ ഇനി ഇങ്ങനെ നടക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്താ ഇവിടെ? ഇങ്ങോട്ട് വന്നേ. എന്താ വന്നേ? എന്താ മാമൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ചാരുമുള്ള വണ്ടിയുടെ കാര്യം പറയാൻ ഞാനും ബാലനോട് വന്നതാ, ചീഫ് എഞ്ചിനീയറെ കാണാൻ. എന്നിട്ട് അച്ഛനെവിടെ? ബാലൻ ചീഫ് എഞ്ചിനീയറോട് സംസാരിച്ചോണ്ടിരിക്കുക. എന്നിട്ട് ഗോവിന്ദ മാമൻ എന്താ ചീഫ് എഞ്ചിനീയറെ കാണാൻ പോയിരുന്നേ? ബാലനെ മാത്രമേ കാണാൻ സമ്മതിച്ചുള്ളൂ. ഇങ്ങോട്ട് വരുന്ന കാര്യം എന്നോട് എന്താ പറയായിരുന്നേ? ഞാൻ ബാലനോട് പറഞ്ഞതാ മോനെ, ആകാശം മുടക്കം പറയും, അതുകൊണ്ട് മോനോട് പറയണ്ടെന്ന് പറഞ്ഞു. അയ്യോ ഗോവിന്ദ മാമ, ചീഫ് എഞ്ചിനീയർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ആ പേഴ്സണൽ കാര്യം സംസാരിച്ചാ അതിന്റെ ചീത്ത മുഴുവനും ഞാൻ കേൾക്കണം. ഗോവിന്ദ മാമ വാ, പുറത്തു പോയി സംസാരിക്കാം. ഗോവിന്ദ മാമ, അവിടെ ഒരു ചായക്കടയുണ്ട്, നല്ല ചായ. മാമൻ പോയി ഒരു ചായ കുടിക്കും. അപ്പോഴേക്കും ഞാൻ ചീഫ് എഞ്ചിനീയറുമായിട്ട് സംസാരിച്ച് എല്ലാം ക്ലിയർ ചെയ്യാം. ഒരു ചായ എടുക്കണമെന്ന് ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. പൈസ വേണോ? എന്റെ ഉണ്ടോ മോനെ? ആ